സമുദായത്തിന് വേണ്ടി തന്നെയാണോ ഇത്തരം സമ്മർദ്ദം ചെലുത്തലൊക്കെ? ഈ പറഞ്ഞ പോലെ അൺഎയ്ഡഡ് കോളേജുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, മറ്റ് സൗകര്യങ്ങൾ, പാട്ടത്തിനെടുത്ത ഭൂമിയുടെ കുടിശ്ശിക ഒഴിവാക്കി കൊടുക്കൽ, കുറഞ്ഞ പാട്ടത്തിന് ഭൂമി അനുവദിച്ചു തരൽ, അത്തരം കണക്കുകളൊക്കെ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി വാഗമണ്ണിൽ അനുവദിച്ചു കൊടുത്ത ഭൂമിയുടെ അളവ് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെയല്ലേ ഈ സമ്മർദ്ദം? അതിനപ്പുറം സമുദായത്തിൻ്റെ എന്ത് കാര്യം എടുത്തു പറയാൻ മാത്രം എന്ത് കാര്യം? തെറ്റാണ് അങ്ങനെയൊക്കെ പറയുന്നത്. വളരെ അതൊക്കെ ഒറ്റപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ജനറലൈസേഷനിലേക്ക് പോകുന്ന ഒരു കമൻ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊന്നും അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഭൂമി പാട്ടം ഒഴിവാക്കി കൊടുത്തതും ഒക്കെ എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിക്ക് കൊടുത്ത എന്തെങ്കിലും ഭൂമിയുടെ പാട്ടം ഒഴിവാക്കിയതല്ല. മഹാരാജാക്കന്മാരുടെ കാലം മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും ഹിന്ദു സമുദായങ്ങൾക്കും ഒക്കെ അന്ന് വിദ്യാഭ്യാസങ്ങൾ നടത്താനായിട്ട് മുന്നോട്ട് വന്നവർക്ക് സർക്കാർ ഭൂമികൾ കൊടുത്തു. അത് പാട്ടം, ഒരു നിശ്ചിത പാട്ടത്തുക വെച്ചിട്ട് കൊടുത്തു. അതൊക്കെ വർഷങ്ങളായിട്ട് അത് കൊടുക്കാതെ ഇരുന്ന് അതെല്ലാം ഇങ്ങനെ കുടിശ്ശികയായിട്ട് കിടക്കുന്നു. 10-50 വർഷമായിട്ട് ആ സ്ഥാപനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാട്ടം ഒഴിവാക്കി കൊടുത്തു, അല്ലെങ്കിൽ 50 കൊല്ലമായിട്ട് അവിടെ കോളേജ് നടക്കുന്നു, ആ ഭൂമി അവർക്ക് പതിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സുകുമാരൻ നായർക്കോ വെള്ളാപ്പള്ളിക്കോ അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്തു എന്ന മട്ടിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത് അത് തീരെ ശരിയല്ല. അതല്ലാതെ ഏതെങ്കിലും വ്യക്തിക്ക് എന്താ ഇവിടെ അങ്ങനെ പതിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സമ്പത്ത് അങ്ങനെയൊന്നും ആർക്കും പതിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ അതാ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ചില സംഘടനാ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അവർ ഗവൺമെൻറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്, കാസർഗോഡ് അവർക്ക് 50 ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ലീസിന് കൊടുക്കുന്നു. അപ്പോൾ ആ ലീസിന് കൊടുത്താൽ അവർ ഒരു കൊല്ലത്തിനകം 2 കൊല്ലത്തിനകം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനായിട്ട് ഏറ്റവും മാർജിനലൈസ് ചെയ്ത വിഭാഗത്തിന് 10-50 ഏക്കർ സർക്കാർ ഭൂമി എവിടെയെങ്കിലുമൊക്കെ പാട്ടത്തിന് കൊടുത്താൽ ഉടനെ അത് ആ പാട്ടത്തിനായിട്ട് വാങ്ങിക്കുന്ന ആളുകളുടെ, അതിൻ്റെ നേതാക്കന്മാരുടെ കുടുംബത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന മട്ടിൽ എന്തിനതിനെ കാണണം? അവരത് ചെയ്യട്ടെ. ഇന്നലെ വരെ പള്ളിക്കൂടത്തിൽ കയറാൻ കഴിയാതിരുന്ന ജനവിഭാഗം അത്രയൊക്കെ ഒരു പുരോഗതിയിലേക്ക് വരുമ്പോൾ അത് അവരുടെ സാമൂഹ്യമായ ഒരു ഉയർച്ചയ്ക്ക് വഴിവെക്കുന്നു. ആ മേഖലയിലെ വിദ്യാഭ്യാസപരമായ ഒരു ഉയർച്ചയ്ക്ക് വഴിവെക്കുന്നു, പല വിധത്തിലുള്ള വളർച്ചയ്ക്ക് വഴിവെക്കുന്നു. അതൊക്കെ ഒരു വലിയ അളവിൽ ഒരു സാമൂഹ്യ ഉണർവിനും വളർച്ചയ്ക്കും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ വളർച്ചയ്ക്കും കാരണമാകുന്ന പ്രവർത്തനങ്ങളല്ലേ. അതിനെയൊക്കെ വളരെ കേവലമായിട്ട് ഇത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഗതികളാണ് എന്ന മട്ടിൽ വിവക്ഷിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അതൊക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വെള്ളാപ്പള്ളിയെ വിമർശിക്കണമെങ്കിൽ അല്ലെങ്കിൽ സുകുമാരൻ നായരെ വിമർശിക്കണമെങ്കിൽ SNDP വിമർശിക്കുന്നതല്ല. SNDPയുടെ ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ സർക്കാർ അനുവദിച്ചു തന്ന പാട്ടത്തിനോ അല്ലെങ്കിൽ പതിച്ചു നൽകിയ ഭൂമിയിൽ തുടങ്ങിയ ഒരു സ്കൂളിൽ ഒരു അധ്യാപക വേക്കൻസിയിൽ ഒരാളെ കോഴയില്ലാതെ അല്ലെങ്കിൽ തലവരിയില്ലാതെ നിയമിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് തലവരി മേടിച്ച് നിയമിക്കുന്നുണ്ട്, തലവരി ഇല്ലാതെ നിയമിക്കുന്നുമുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇതൊക്കെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ നിഷേധിക്കാനില്ല. ചില ഈ സ്ഥാപനങ്ങളെല്ലാം നടന്നു പോകുന്നത്, ഈ സ്ഥാപനങ്ങൾ അതിപ്പോൾ SNDPയുടെ ആണെങ്കിലും NSSൻ്റെ ആണെന്നുണ്ടെങ്കിലും ചുരുക്കം ചില ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഒഴികെ ഞാൻ അങ്ങനെയുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ പ്രശസ്തങ്ങളായ സ്ഥാപനങ്ങളിൽ പഠിച്ചു വന്നിട്ടുള്ളതാണ്. എൻ്റെ വിദ്യാഭ്യാസകാലം മുഴുവനും ക്രിസ്ത്യൻ മാനേജ്, ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അവർക്ക് സിമെൻറ്റ് മേടിക്കാൻ, കെമിസ്ട്രി ബ്ലോക്ക് പണിതുകൊണ്ടിരുന്നപ്പോൾ സിമെൻറ്റ് മേടിക്കാൻ പണമില്ലാത്തപ്പോൾ പോലും അവിടെ ആ തവണ ഫസ്റ്റ് റാങ്കിൽ ജയിച്ച് വൈവാക്കി പോയപ്പോൾ ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞു, ഏറ്റവും മിടുക്കനായിട്ട് പറഞ്ഞു, എടോ ഞങ്ങളുടെ കോളേജിൽ ഒരു വേക്കൻസി വരുന്നുണ്ട്, താൻ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു പോകുന്ന പ്രൊഫസറെ എനിക്കറിയാം. സിമെൻറ്റ് മേടിക്കാനും കമ്പി മേടിക്കാനും കാശില്ലാത്തപ്പോഴും അന്ന് ഫസ്റ്റ് റാങ്കിൽ MAക്ക് ഫസ്റ്റ് റാങ്കിൽ പാസ്സാകുന്നവനെ വിളിച്ചിട്ട്, അവരുടെ ജാതി വന്നോ നോക്കിയിട്ടല്ല, അവനെ വിളിച്ചിട്ട് ദാ അവിടെ ഒരു വേക്കൻസി ഉണ്ട്, അപ്ലൈ ചെയ്യേ കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളൂ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്ഥാപനങ്ങളെ, അത് അങ്ങനെയുള്ള ഗുരുക്കന്മാരെയും അത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവരെ എനിക്കറിയാം. പക്ഷേ അത് വളരെ കുറവാണ്. ബൈ ആൻഡ് ലാർജ് ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലകളിൽ സംഭാവനകളും കാര്യങ്ങളും ഒക്കെ സ്വീകരിച്ച് തന്നെയാണ് നടക്കുന്നത്. അതിപ്പോൾ വെള്ളാപ്പള്ളി ആണെന്നുണ്ടെങ്കിലും സുകുമാരൻ നായരാണെന്നുണ്ടെങ്കിലും ഇനി മറ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ മുമ്പേ മിസ്റ്റർ അപ്പുക്കുട്ടൻ പള്ളിക്കത്ത് സൂചിപ്പിച്ച പോലെ ആപേക്ഷികമായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ, എ ക്വസ്റ്റൻ ഓഫ് ഡിഗ്രീസ് കണ്ടേക്കാം മാറ്റം. അതല്ലാതെ ഇത് ഞങ്ങളെല്ലാം
വിശുദ്ധ പശുക്കളാണ് എന്ന് അവകാശപ്പെടാൻ ഈ പറഞ്ഞ ഒരു മാനേജ്മെൻറ്റുകൾക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ വിരച്ചുകൊണ്ടിക്കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ CK വിദ്യാസാഗർ വളരെ മനോഹരമായൊരു ചിത്രം വരച്ച് കാണിച്ചു. അതായത് ആലുവ UC കോളേജിൽ നിന്ന് 1ാം റാങ്ക് മേടിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥിയോട് അവൻ്റെ ജാതിയോ മതമോ നോക്കാതെ അടുത്ത വേക്കൻസിയിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ. അത്തരമൊരു കാലാവസ്ഥയെ മാറ്റിമറിക്കുന്നത് അല്ലെങ്കിൽ അതിനെ വിഷലിപ്തമാക്കുന്നതിനേക്ക് കൂടിയാകില്ലേ ഒരുപക്ഷെ ഇവരുടെ NSS SNDP വിശാല ഹിന്ദു ഐക്യം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ അവകാശ സമരം? അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഉള്ള ഈ അതിമനോഹരമായ കാലാവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വളരെ കൂടുതൽ മാർക്കിൽ ജയിച്ച, നല്ല മാർക്കോട് കൂടി ജയിച്ച ഒരു കുട്ടി ഇവിടുത്തെ ഒരു ക്രിസ്തീയ മാനേജ്മെൻറ്റിൽ അഡ്മിഷന് വേണ്ടി ചെന്നതിൻ്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. വളരെ ആദരവോടുകൂടി നമ്മൾ കാണുന്നൊരു സ്ഥാപനമാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ പറഞ്ഞത്, പിന്നെ ഇതിൽ ആദ്യത്തെ ഞങ്ങളുടെ പരിഗണന പണമാണ്. ഇത്രയാണ് ഞങ്ങളുടേത്. കാര്യം അങ്ങ് തുറന്നു പറയാമല്ലോ. അതുണ്ടോ? അതുണ്ടെങ്കിൽ അഡ്മിഷൻ തരാം. ഇവിടെ അത് പറയുന്ന കാലാവസ്ഥയാണ്. അതിവിടെ മാത്രമല്ല, എൻ്റെ സുഹൃത്തിൻ്റെ മാനേജ്മെൻറ്റിൽ നടക്കുന്ന കോളേജുകളിൽ, സ്കൂളുകളിൽ കൊടുക്കുന്ന ശമ്പളം എത്രയാണ് അധ്യാപകർക്ക്? ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞല്ലോ. ഹൈക്കോടതി എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. അത് ശ്രീമാൻ വെള്ളാപ്പള്ളിക്കും അറിയാതെ, അത് ഞാനിവിടെ പരസ്യപ്പെടുത്തുന്നില്ല. 3000 രൂപ ശമ്പളം കൊടുത്തിട്ട് 15,000-ഉം 20,000-ഉം ശമ്പളം വാങ്ങേണ്ട അധ്യാപകരുടേക്കാളും കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുകയും പണിയെടുപ്പിക്കുകയും ചെയ്യുക. ഇതേ സമുദായത്തിൽ നിന്ന് വേർപ്പൊഴുകി വരുന്ന കുട്ടികളാണ്, ഇതേ സമുദായത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ ഭൂമി കൊടുക്കുമ്പോൾ ആ സമുദായത്തിൻ്റെ വലിയ കാര്യം പറയാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ നിയമനത്തിൻ്റെ, തൊഴിലിൻ്റെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ ഈ സമുദായത്തിൻ്റെ ആളുകൾക്കും അതിൻ്റെ പാവപ്പെട്ടവരുടെ ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ചിട്ട് ഇവരിത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നമ്മോഭാഗം പറയും. പക്ഷേ ഇതെല്ലാവരും ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഇപ്പോൾ കാര്യം. അവിടെ ആ യോജിപ്പിലെത്തിയിരിക്കുന്നു. അത് വളരെ ശരിയാണ്. അതിപ്പം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എന്ന് പറയാം, ഇതൊക്കെ മുമ്പുണ്ടായിരുന്നു. കാരണം വൈദികർ നടത്തുന്ന, കന്യാമഠങ്ങളുടെ നേതൃത്വം നടക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ മുസ്ലിം മൈനോറിറ്റീസ് നടത്തിയിരുന്ന, എനിക്കറിയാം മലപ്പുറം ജില്ലയിൽ നമ്മളുടെ തിരുവരങ്ങാടി കോളേജൊക്കെ. അപ്പോൾ ആ ഇതിൽ നിന്ന് അത് പോയിട്ട് ഇന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഊന്നുവടികളുമാണ്. അപ്പോൾ അതല്ല അതിൻ്റെ പ്രശ്നം. ഇപ്പം നമ്മൾ കാണേണ്ടത് ഇവിടെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികൾ എന്താണ് എന്ന് കാണാതെ നമ്മൾ ഇത് NSS SNDP അതിനിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ ഈ സാഹചര്യത്തിൽ ഇതെടുക്കുക, മുതലെടുക്കുക എന്ന് പറയുന്നതല്ല പ്രശ്നം. നമ്മളുടെ ഭരണഘടനയും നമ്മളുടെ ജനാധിപത്യവും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള തുല്യത എന്ന് പറയുന്ന ഇത് നമ്മളുടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ആഗോളീകരണ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇക്കാലം അടക്കം അനുഭവിച്ചു പോന്നിരുന്ന പ്രയോറിറ്റികൾ, മുൻഗണനകൾ, സബ്സിഡികൾ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാതെയാക്കുന്നു. ആ ഇല്ലാതാക്കുന്ന പ്രശ്നത്തിന് നേരെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകളെയും അണിചേർത്തുകൊണ്ട് സംശുദ്ധമായ ഒരു സംവിധാനവും സമൂഹവും വരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെയും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയും ആ യഥാർത്ഥ പ്രശ്നത്തിന് നേരെ ഈ കാര്യങ്ങളെ അതിൻ്റേതായ ഒരു അജണ്ട ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാതെ ഇത്തരം വൈകാരികതകൾ ഇളക്കിക്കൊണ്ട്, ജാതീയമായ വൈകാരികതകൾ, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൻ്റെ, അതല്ലെങ്കിൽ ക്രിസ്തീയ സമുദായത്തിൻ്റെ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ, ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്ലാങ്ക് ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക്, എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ് സംഭവിക്കുന്നത്. നമ്മൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് മറന്നു പോകുന്നു. ഇവിടെ നമ്മൾ മഹാത്മജിയെ മറന്നു പോകുന്നു, ഇവിടെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ മറന്നു പോകുന്നു, ഇവിടെ നമ്മൾ താത്വികവും ആശയപരവും ആദർശപരവും ജനാധിപത്യപരവുമായ വിഷയങ്ങൾ പറയാനും സംസാരിക്കാനും നമ്മൾ വാചകമേളകളിൽ ജീവിക്കുന്നു. നമ്മുടെ നേതാക്കന്മാർ, നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാരായാലും സാമുദായിക നേതാക്കന്മാരായാലും ശനിയാഴ്ചകളിൽ പത്രങ്ങളിൽ വരുന്ന വാചകമേളകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവന് വേണ്ടി, അവൻ്റെ ഈ അടുത്ത ഭാവിയിലെങ്കിലും അടുത്തൊരു 10 വർഷത്തിനെങ്കിലും ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട്, അപ്പോൾ അതിന്
ഇവരൊക്കെ തന്നെ ഉണ്ടാവൂ എന്നുള്ള നിലയിലല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ ഉറക്കെ പറയേണ്ടത് മാധ്യമങ്ങളും മറ്റുള്ളവരും ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്കൊക്കെ ഒരു ശവക്കുഴി തോണ്ടിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടേതായ അവരുടെ തൊഴിലില്ലായ്മ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം, അവൻ്റെ പട്ടിണിയുടെ പ്രശ്നം, ഇതുപോലുള്ളൊരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ് വേണം. നമുക്ക് കേന്ദ്രത്തിൽ വേണം, സംസ്ഥാനങ്ങളിൽ വേണം. അതിനുള്ള നമ്മളുടെ പദ്ധതികളും അതിൻ്റെ മുൻഗണനകൾ വേണം. വാഷിങ്ടണിൽ നിന്ന് ആരെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ നമ്മുടെ നയങ്ങൾ തീരുമാനിക്കേണ്ടതല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട. ഇവിടെ പ്രയോറിറ്റി എന്താണ്? കേരളത്തിൽ എന്ത് വേണം, രാജസ്ഥാനിൽ എന്ത് വേണം, ഹിമാചൽ പ്രദേശിൽ എന്ത് വേണം എന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവൻ്റെ പ്രശ്നങ്ങൾ തീരുമാനിക്കപ്പെടണം. അതിനുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വഴി തിരിച്ചു വിട്ടുകൊണ്ട് വൈകാരികത, മതപരവും ജാതിയൊക്കെ ഒരുപാട് കുറഞ്ഞു തുടങ്ങി. മിസ്റ്റർ വിദ്യാസാഗർ, താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും അതുപോലെയുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മതം നിലനിൽക്കുന്നുണ്ട് ലോകത്താകെ, അത് കൂടുതൽ ശക്തമായിട്ട് പലയിടത്തും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ജാതിയുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഉള്ള പുതിയ വിദ്യാഭ്യാസം, താങ്കൾ പറഞ്ഞല്ലോ സമുദായത്തിലൊക്കെ വന്നിട്ടുള്ള ഈ ആളുകൾ അവരവരുടെ വീടുകളിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് വേറെ മതത്തിൽപ്പെട്ടവരെയും വേറെ രാജ്യത്തുള്ളവരെയാണ്. അതിന് ജനിച്ചു വരുന്ന ഒരു പുതിയ തലമുറ, ആ തലമുറയെ നമ്മൾ എന്ത് ജാതി വിളിക്കും? അതാണ് ഇപ്പോൾ നമ്മളുടെ എല്ലാം എൻ്റെ കുടുംബത്തിലുണ്ട്, താങ്കളുടെ കുടുംബത്തിലുണ്ട്, എല്ലാവരുടെയും കുടുംബങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമകാലികമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സമൂഹത്തെയും നമ്മളുടെ ജനങ്ങളെയും രാജ്യത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മളുടെ SNDP NSSും നമ്മളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ വരുന്നില്ലെങ്കിൽ ഇത് ഇവിടെ നിൽക്കുന്നു വിചാരിക്കേണ്ട. വളരെ വളരെ ചുരുക്കി ഇതിനൊരു മറുപടി. ഒരുപക്ഷെ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളോട് ആശയപരമായെങ്കിലും യോജിക്കും? തീർച്ചയായിട്ടും എനിക്ക് ആശയപരമായ, അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ഈ നമ്മുടെ രാഷ്ട്രീയം തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം നീക്കാത്ത തെരുവ് പോലെ നമുക്ക് മൂക്കുപൊത്തിക്കൊണ്ട് മാത്രം നടക്കാൻ കഴിയുന്ന അവസ്ഥയിൽ മാറിപ്പോയിരിക്കുന്നു. അതിന് മാറ്റം ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് യാതൊരു സംശയവുമില്ല. അതിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ്. ആ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആശയ രാഷ്ട്രീയത്തിൻ്റെയും ആദർശ രാഷ്ട്രീയത്തിൻ്റെയും നാളുകളിലേക്ക് ഈ സമൂഹത്തെ നയിക്കണം. അതിന് അല്പസ്വല്പം ത്യാഗങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ ഇടക്കാലത്ത് അവർ ഏറ്റെടുക്കേണ്ടി വരും. അല്ലാതെ ഒരു മോഡിയുടെ രാഷ്ട്രീയത്തെ ഒന്നും അംഗീകരിക്കുന്ന വ്യക്തിയല്ല ഞാൻ. ശിവഗിരിയിൽ മോഡിയെ അവിടെ സ്വീകരിക്കാനായിട്ട് വന്ന അന്ന് രാത്രിയിൽ നടന്ന ചർച്ചയിൽ തന്നെ ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. മോഡി ശിവഗിരിയിൽ വന്നതുകൊണ്ട് ശിവഗിരിയുടെ മനോഭാവത്തിനുടനെ മാറ്റം ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും മോഡിക്കൊന്നും സ്വാധീനിക്കാൻ കഴിയുന്നതല്ല ശിവഗിരിയുടെ മനോഭാവങ്ങളെ. പക്ഷേ മോഡിയെപ്പോലുള്ള ആളുകൾ അവിടെ സ്വീകരിക്കപ്പെട്ട് ആദരിക്കപ്പെടുക എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പുള്ള ആളല്ല. ഞാനത് അന്നേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം ചെന്ന് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കും ഇങ്ങനെയുള്ള ആശയങ്ങൾക്കും ധാരാളമായ മൈലേജ് നേടിയെടുക്കാൻ കഴിയുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഫലമാണ്, അതിൻ്റെ പ്രതീകമായിട്ടാണ് ഞാനിവിടെ ഊന്നുവടി രാഷ്ട്രീയത്തെപ്പറ്റി പറഞ്ഞത്. ആ ഊന്നുവടി രാഷ്ട്രീയമൊക്കെ കളഞ്ഞിട്ട് കൃത്യമായും ആശയ രാഷ്ട്രീയത്തിലേക്കും ആദർശ രാഷ്ട്രീയത്തിലേക്കും വേണം. പക്ഷെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമം, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് ഉടച്ചു വാർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചാലല്ലാതെ എളുപ്പത്ത് ഈ കാര്യസാധ്യ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിപ്പോകാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുമെന്ന് വിശ്വസിക്കാനും ന്യായം കാണുന്നില്ല. എല്ലാം നല്ലതിനാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന മാത്രമല്ലാതെ മറ്റൊന്നും കരണീയമായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു SNDPയെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഒരു NSSനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സാമുദായിക സംഘടനകളെ ശക്തി കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന സാമുദായിക സംഘടനകളെ കുറ്റം പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. കാരണം അങ്ങനെ ശക്തി കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ആ സാമുദായിക സംഘടനകൾക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്കും ഒരു ഗതിയും പരഗതിയും കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന അവർക്കൊരു ഭീതി. അവരെ പഴിക്കണ്ട. അതിന് കാരണമാക്കിയ സാഹചര്യങ്ങളെയും അതിൻ്റെ ശക്തികളെയും ഒക്കെ തന്നെ പഴിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം ഉയർന്നു വരണം. അതിലേക്ക് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധ ചെലുത്തണം. അതിന് പാകത്തിൽ സാമുദായിക സംഘടനകൾ ഒക്കെ നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ അപ്പുക്കുട്ടൻ വള്ളിക്കുന്നും ശ്രീ CK വിദ്യാസാഗറും ഒരുപോലെ യോജിക്കുന്നു. ഹോട്ട് ടോക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിഷയവുമായി അടുത്ത ആഴ്ച.